ഞാൻ പറഞ്ഞുതരാം. കിക്കിലുകും കിലുകിലുകും ഉത്തരത്തിൽ ചത്തിരിക്കും. ഞാൻ പറയണ്ട. പല്ലി. പല്ലിയല്ല. ഉത്തരത്തിൽ ചത്തിരിക്കണ പല്ലിയല്ല. ഞാൻ പറയാം. ഞാൻ പറയാം. ഒരു കുപ്പി 2 എണ്ണ. പാം ഓയിലും നല്ലെണ്ണയും. മുട്ട. ശരി, ഇനി ഞാൻ ചോദിക്കാം. ഞെട്ടില്ല വട്ടയില്ല. പപ്പടമല്ല ഓടിയെടുത്ത്. പിന്നെ വെള്ളയപ്പം. ഇവരൊന്നും അറിഞ്ഞൂടെ? വെള്ളയപ്പം അങ്ങനെ വെള്ളയപ്പം വട്ടമാണോ? അതിന് ഞെട്ടുണ്ടോ? ഞെട്ടില്ല വട്ടയില്ല. വട്ട അതല്ല. എന്നാ ഈ കളി കളിക്കണ്ട. ഇല്ലാതെ തന്നെ ഇവിടെ ആവശ്യത്തിന് കട ഉണ്ടോ? ഇനി ഈ കടങ്കഥ ഇവിടെ കളിച്ച് കടം കൂട്ടണ്ട, മതിയാക്കി വേറെ വല്ലതും കളിക്കും. കള്ളക്കളി എന്ന് പറഞ്ഞാ അമ്മൂമ്മയും മോളും പറഞ്ഞേക്കും. പിന്നെ ചോദിച്ചോ? ഞാൻ പറയാം. ചോദിക്കാനല്ല, പിന്നെ ഞാൻ കടങ്കഥ ചോദിക്കുന്നു. കടങ്കഥ കളിക്കാൻ പറ്റിയ പ്രായം. കൊച്ചിന്റെ അമ്മ ഇച്ചിരി വെള്ളയപ്പം ഉണ്ടാക്കമ്മ. പണ്ടത്തെ ഓർമ്മ. അയ്യോ, അത് തന്നെ മാവേലിത്തറയിലെ അമ്മൂമ്മയുടെ വീട്ടിൽ പോകുമ്പോ ഇല്ലേ ക്ലീറ്റോ, ആ വെള്ളയപ്പം ഒന്ന് തിന്നണം. അതിന്റെ കൂടെ ഇല്ലേ അമ്മൂമ്മ ഈ വെള്ളയപ്പത്തിന്റെ കൂടെ കടുക് അരച്ചൊരു ചമ്മന്തി ഉണ്ടാക്കി തരൂലേ അമ്മേ? എന്റെ പൊന്നോ, അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഭീകര. അത് കാണുമ്പോ കനകന് ഒരു ആക്രാന്തം കാണണം. അല്ലേലും എന്റെ അളിയന് പൈസയും തീറ്റയും ഇതിൽ രണ്ടിന്റെ ഇത്തിരി ആക്രാന്തം കൂടുതലാണ്. ഇല്ലാത്ത ഒരാളാണ്. എനിക്കെന്തോന്നു ആക്രാന്തം? ആരെങ്കിലും ആഹാരം തന്നാ ഞാൻ തിന്നും, പൈസ തന്നാ വാങ്ങും. അല്ലാതെ ഞാൻ ഇതിന്റെ പിറകെ നടക്കണമെന്നില്ല. ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുമല്ലേ. എന്ത് രസമായിരുന്നല്ലേ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ വെള്ളയപ്പം ചട്നി, വെള്ളയപ്പം ചമ്മന്തി. 3 നേരം തിന്നു, വേറെ ഒന്നും ഉണ്ടാക്കൂല. അയ്യോ, അത് ഈ അമ്മേരെ അമ്മയല്ലേ, അവർക്ക് മടിയായിട്ട് വേറെ ഒന്നും ഉണ്ടാക്കൂല. ഇതങ്ങ് ഉണ്ടാക്കിയിട്ടാ നിങ്ങൾ നിന്നും കിടക്കും. വെറുതെ ഇരിക്കുക. അന്നത്തെ ഉണക്കുന്നെല്ലാം അങ്ങോട്ട് അരിയാക്കി വെള്ളത്തിലിട്ട് ആട്ടിയാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. അതിന്റെ സ്വാദം ഒന്ന് വേറെ തന്നെ. ഇന്നത്തെ ബേക്കറി എനിക്ക് ഒരു വട്ടം വാങ്ങിച്ചു തരോ? അമ്മ ഉണ്ടാക്കാം. അമ്മ ഉണക്കുന്നില്ല, പച്ചരി കൊണ്ട് ഉണ്ടാക്കാം. ഇതൊക്കെ ഇപ്പൊ ഉണ്ടാക്കൊന്നും വേണ്ട. ഇതാ ഇവിടുത്തെ ബേക്കറിയിൽ കിട്ടും. പാക്കറ്റിലാക്കി എല്ലാം ചൂടോടെ അപ്പോഴപ്പോഴെ തന്നെ പാക്കറ്റാക്കി പറഞ്ഞു. വെള്ളയപ്പം കിട്ടുമോ? എടി ബേക്കറിയിൽ തന്തയും തള്ള മേടിച്ച് എന്ത് സാധനം വേണേലും ബേക്കറിയിൽ കിട്ടും. അയ്യോ ക്ലീറ്റോ, അത് പറഞ്ഞപ്പോഴാ ബേക്കറിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇപ്പൊ വേറൊരു സാധനം ഉണ്ട് ക്ലീറ്റോ. എല്ലാ ബേക്കറിയിലും കിട്ടൂല, വലിയ വലിയ ബേക്കറിയിൽ കിട്ടും. എന്നോട് രാഗി അമ്മ പറഞ്ഞത് അവര് ദുബായിൽ വെച്ചിട്ട് സ്ഥിരം കഴിക്കുമായിരുന്നെന്ന്. ഭയങ്കര ടേസ്റ്റ് ആ സാധനത്തിന്. അത് എന്താന്നറിയോ പേര്? അയ്യോ, പിസ്ത പിസ്ത പിസ്ത. ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല, കൊള്ളാം. സ്കൂളിൽ മറ്റേ നിസീന കൊണ്ടുവന്നപ്പോ അത് വല്ല കൊള്ളൂലാത്ത കൊണ്ടുവന്നായിരിക്കും. സംഭവത്തിനുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ്, നല്ല എരിവും പുളിയും ഉപ്പും. ഈ എരിവും പുളിയും ഇതൊക്കെ പറയണ പോലെ ഒന്നുമില്ല. ചെറിയ ഉപ്പുണ്ട്, പിന്നെ ചിലപ്പോ ഇച്ചിരി ഒരു പുളി. അതെ, നീ കഴിച്ചിട്ടില്ലോ? ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതൊന്നും വലിയ സംഭവം ഒന്നുമല്ല. നിങ്ങളെല്ലാരും കഴിച്ചിട്ടുണ്ടല്ലേ? എനിക്കും ഇത് കേട്ടപ്പോ വായി കൂടെ വെള്ളം വരുന്നത്. പറയണേ, കാണാൻ തന്നെ ഒരു ഭംഗി വന്നത്. അത്ര വലിയ സംഭവമൊന്നുമില്ല. നോക്കാം, പക്ഷെ ഇതൊക്കെ മേടിക്കണ പൈസ ആവൂടി. എത്ര രൂപ? ഒരുപാട് പൈസയൊന്നും ആവുന്നില്ല. എന്നാലും എത്ര വേണ്ടി വരും? എന്നാലും അതിന് കുഴപ്പമില്ല. എനിക്ക് 100-150 രൂപ 300 രൂപ എന്തായാലും ആവുമായിരിക്കും. 350 രൂപയ്ക്കോ? രൂപയോ? 1000 രൂപയായിട്ട് കഴിക്കണോ? അങ്ങനെ പൈസ കൊടുക്കണം. നല്ല സാധനം കിട്ടണമെങ്കിൽ നല്ല പൈസ കൊടുത്താലേ വാങ്ങിക്കാം. നമുക്ക് 4 പേർക്ക് നല്ലപോലെ കഴിക്കാൻ കാണുമോ? 300 രൂപ കൊടുത്താൽ 300 രൂപ കിട്ടും. കിട്ടണ കടയുണ്ട്. ഇത് 2-3 ടൈപ്പ് ഉണ്ട്. ഇത് തന്നെ അതില് നല്ല സാധനം ക്വാളിറ്റി ഉള്ളതൊക്കെ വാങ്ങിക്കാൻ. എന്നാ പിന്നെ കിട്ടും. 200 രൂപയ്ക്കും കിട്ടും. അത് പക്ഷേ മേടിക്കുമ്പോ നല്ല എന്തായാലും എന്താവട്ടെ. ഞാൻ 300 രൂപ പറ്റത്തുള്ള. എനിക്ക് 300 ഇടി ഇത് പറഞ്ഞ ഉടനെ അങ്ങോട്ട് പോവാൻ. ഞാനിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ആ ഗോപി പിള്ളയുടെ കടയിലെ ഷർട്ട് തയ്ക്കാൻ കൊടുത്തേക്കണം. അത് മേടിക്കാൻ പോകണ്ട. അപ്പോഴേക്കും മേടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇത് വാങ്ങിച്ചോണ്ടാ പിന്നെ പോയി ഷർട്ട് വാങ്ങിക്കാം. അമ്മ ഇത് ഇപ്പൊ മേടിക്കാൻ പോയാലേ ഈ പൈസക്ക് കിട്ടൂല. അതെന്താന്ന് പെട്ടെന്ന് പിന്നെ 500 രൂപയാവും. 300 രൂപയാണ്. പിന്നെ ഞാനിപ്പോ പോണത് ഇത് വാങ്ങാനല്ലേ പോണത്. അത് വാങ്ങാൻ പോകുമ്പോ ഷർട്ട് കൂടെ മേടിക്കുമ്പോ ഷർട്ടിന് പൈസ കൊണ്ട് അവിടെ കൊടുക്കേണ്ടി വരൂലേ? മനസ്സിലായില്ലേ? അതായത് ഞാനിപ്പോ ഇത് വാങ്ങാനാണല്ലോ പോണത്. പിസ്ത വാങ്ങാൻ പോകുമ്പം പിസ്ത വാങ്ങണ കൂട്ടത്തില് ഞാൻ ഗോപിപ്പിള്ളയുടെ കടയിൽ പോയി എന്റെ ഷർട്ട് കൂടെ മേടിക്കണമല്ലോ. അപ്പൊ ഷർട്ട് മേടിക്കുമ്പോ ഈ അവിടെ പൈസ കൊടുക്കണ്ടേ? പിസ്ത വാങ്ങാനല്ലേ ഞാൻ പോണത്. എനിക്ക് വയ്യ, എനിക്കത് ഒരു 500 രൂപ എന്നാ എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങാം. നീ നിന്റെ കാര്യം നോക്കുമല്ലോ. നീ ഇപ്പൊ ഇത് വാങ്ങിച്ചോണ്ട് അത് തച്ച് ചേർന്നില്ലെങ്കിൽ എന്തോ ചെയ്യും? അയ്യോ, അത് തച്ച് തീർന്നില്ലെങ്കിലും പൈസ ഇവിടെ കൊടുത്തിട്ടല്ലോ. അത് പിന്നെ വാങ്ങാമല്ലോ.
ഈ അമ്മയുടെ കാര്യം 500 രൂപയെ പിന്നെ എനിക്കുണ്ട്. നിനക്കെന്തോത്തിന് എവിടെ നീ പറഞ്ഞത് കൊള്ളത്തില്ല, വാങ്ങിക്ക് രുചിയില്ല എന്നാണ്. ചേച്ചി ഒന്ന് ഞാൻ കഴിക്കും. കഴിക്കുവോ? അയ്യോ അത് ശരി. അപ്പൊ ഈ പിസ്ത വാങ്ങിക്കുമ്പോ ഷർട്ട് വാങ്ങിക്കണം, അല്ലാതെ പിസ്ത കിട്ടത്തില്ല. അതാണ് പറയുന്നത്. ഇതിപ്പോ നിങ്ങൾ ഈ പറയണായിട്ടാ എനിക്കെന്താ ഷർട്ട് വാങ്ങി വേണ്ട, ഷർട്ട് വാങ്ങണല്ലോ, പ്രശ്നം തീർന്നല്ലോ. ഞങ്ങൾക്ക് ഇപ്പൊ പിസ്ത വേണമല്ലോ. അത് അവൻ പോയി പിസ്ത പിന്നെ ഇനിയിപ്പോ വേറെ ഞാൻ ഷർട്ട് നിന്നെ വലിയ വർത്താനൊന്നും പറയണ്ട. നിന്റെ ഷർട്ട് വാങ്ങിക്കാനുള്ള പൈസ കൂടെ നിനക്ക് വേണം. ഇത്രയല്ലേ ഉള്ളു. എന്ത് ഞാൻ പറഞ്ഞു അമ്മയുടെ അടുത്ത്? അത് പറയണ്ടല്ലോ, പറഞ്ഞ അതിനിപ്പോ പറഞ്ഞു കേൾപ്പിക്കണോ? മനസ്സിലായി. ഇപ്പൊ പിസ്ത വാങ്ങാനാണ് ഞാൻ പോണത്. ഒപ്പം ആ വഴിക്ക് ഷർട്ടുകൂടെ വാങ്ങിയാൽ ആ പണിയെ കഴിഞ്ഞില്ലേ? അതെ 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 അതെ. വെറുതെ ഒരു മനുഷ്യൻ രണ്ടു മൂന്ന് കാര്യം മതി 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 മതി. നീ ഒറ്റ പ്രാവശ്യം നടന്നാ മതി. 500 രൂപ തരാം. മേടിക്കോ? തരാം. അമ്മ ഇനി ഇവിടെ തന്നെ നിൽക്കട്ടെ, എങ്ങോട്ടും പറഞ്ഞു വിടണ്ട കേട്ടോ അമ്മ. അയ്യോടാ, നല്ല സ്നേഹമുള്ള സ്ത്രീയാണ്. പോയി ഉടുപ്പ് മാറി, വേഗം പോയി മേടിച്ചിട്ട് വാ. മേടിച്ചോണ്ട് അത് പൈസ കൊണ്ടുവരട്ടെ. പൈസ എടുത്തിട്ട് വരാം. 500 രൂപ നോട്ട് എന്റെ കൈ കിട്ടിയാലേ ഞാൻ പോവുള്ളൂ. സമയത്ത് ഈ തള്ള ചിലപ്പോ കാല് മാറും. നമസ്കാരം. നമസ്കാരം. ഞാനേ ഈ പിസ്ത ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഉണ്ട് സാർ. ഉണ്ടല്ലേ? ഈ പിസ്തയിൽ അമേരിക്കൻ പിസ്ത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? അമേരിക്കൻ പിസ്ത ഇല്ല സാർ, അത് കഴിഞ്ഞു പോയി. ഇന്ത്യൻ ഐറ്റം മാത്രമേ ഉള്ളൂ. നന്നായി. നമുക്ക് അമേരിക്ക വേണ്ടല്ലോ, നമ്മുടെ ഇന്ത്യക്കാർ, നമുക്ക് ഇന്ത്യൻ്റെ മതി. ഈ ഇന്ത്യൻ്റെ സംഭവം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടിയത് എത്ര രൂപ റേഞ്ച് വരും? 1400 1500 ആമൗണ്ട് ഉണ്ട്. അത്രേ ഉള്ളൂ. നമുക്ക് പിന്നെ അതിൽ താഴോട്ട് എങ്ങനെ വരും? 800 ഉണ്ട്, 600, 400. അത്രേ ഉള്ളൂ. ഈ 400 നിന്ന് ഒരു 250 രൂപ തരാൻ പറ്റില്ലേ? പറ്റുമല്ലോ. പറ്റും. പിന്നെ അങ്ങനെ എടുക്കാം സാർ. അങ്ങനെ എടുക്കും കേട്ടോ. ഒരു 250ന്റെ പിസ്ത എടുക്കണേ. എങ്ങനെയുണ്ട് ബിസിനസ്? നന്നായിട്ട് പോകും. നല്ല അഭിപ്രായമുണ്ട്. നിങ്ങൾ ഇവിടെ എല്ലാ പ്രോഡക്ട്സ് എന്നോട് പറഞ്ഞു ഇവിടെ അമേരിക്കൻ പിസ്ത കാണുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഉണ്ടായിരുന്നു. അതില്ലാതെ പോയി. പോട്ടെ. താങ്ക്സ്. ചേഞ്ച് കാണൂ. ശരി. നന്നായിട്ട് പാക്ക് ചെയ്ത് തരണം കേട്ടോ. ആ 250 എടുത്തിട്ടുള്ളൂ. ആയിക്കോട്ടെ. വേറെ കോംപ്ലിമെൻ്റ് ഒന്നുമില്ല. എന്തെങ്കിലും വേണമെങ്കിൽ എടുത്തോളൂ സാർ. ഞാനൊരു ചെറിയ മുട്ടായി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കാണാം. ഇടയ്ക്ക് വരാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക്സ്. പക്ഷേ എന്നാ ഇത് വെച്ചോ, കഴിക്കും. Alien versus Alien.